രണ്ട് നാല് മക്കളെ നല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാതാണ് ഈ ഒളിച്ചോട്ട കല്യാണത്തിന് ലൈക്ക് ചെയ്യുക. അപ്പൊ അവരെ മനസ്സിലൊരു ദുഷിപ്പ്, അപ്പൊ അവർ സന്തോഷമാണ് ലൈക്കല്ലേ. അവളെ അച്ഛനും അമ്മയിലാണ് അവളെ കല്യാണം കണ്ടിട്ട് സന്തോഷിക്കണോര്, അതല്ലാണ്ട് എന്താ പറയാ. നമസ്കാരം. ഉപ്പുമുളകം ലൈറ്റ് ഫാമിലി ഏവർക്കും പ്രിയപ്പെട്ട ഒരു ഫാമിലി വ്ലോഗാണ്. അതിലെ രണ്ടാമത്തെ മകള് നേരത്തെ കല്യാണം ഉറപ്പിച്ചു വെച്ച പയ്യന്റെ കൂടെ തന്നെ ഇറങ്ങിപ്പോവുകയും ആ കുടുംബത്തിനെ ഒന്നാകെ ദുഃഖത്തിലാഴ്ത്തുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ആ പയ്യന്റെ വീട്ടുകാരുടെ നേതൃത്വത്തിൽ ഇന്ന് അവരുടെ കല്യാണം നടത്തിയിരിക്കുകയാണ്. ആ അമ്മയെയോ കുടുംബത്തെയോ ക്ഷണിച്ചിട്ടില്ല എന്നുള്ളതാണ് വാസ്തവം. സ്വാഭാവികമായിട്ടും അവർക്ക് വേദനയുണ്ടാകും. ഒരുപാട് പ്രതീക്ഷയോടെ കാത്തിരുന്നതാണ്. മകളുടെ കല്യാണത്തിന് വേണ്ടി അവർക്കുണ്ടായിരുന്ന സ്ഥലം പോലും വിറ്റതായിരുന്നു അവർ. എന്നാൽ ഇതിനൊന്നും നിൽക്കാതെ മകള് ഇറങ്ങിപ്പോവുകയും ചില ആരോപണങ്ങൾ വീട്ടുകാർക്കെതിരെ ഉന്നയിക്കുകയും ചെയ്തു. നമുക്ക് ഏതായാലും ആ വാർത്തയാണ് കാണുന്നത്. വിവാഹ സമയത്ത് കുഞ്ഞനോട് മീഡിയക്കാർ ചോദിച്ച ചോദ്യമാണ് അച്ഛനും അമ്മയും ചേച്ചിയും ഒക്കെ ഈ പരിപാടിയിൽ പങ്കെടുക്കാൻ വരുമോ എന്ന ചോദ്യം. എന്നാൽ ആ ചോദ്യത്തിന് ചിരിച്ചുകൊണ്ട് ഇല്ല എന്നുള്ള മറുപടിയാണ് കുഞ്ഞൻ നൽകിയത്. കാരണം അവരെ ക്ഷണിച്ചിട്ടില്ല. മാത്രവുമല്ല, ഇത്രയും പ്രശ്നങ്ങൾ അവർക്ക് നേരെ അലിഗേഷൻ ഉണ്ടാക്കിയതിനു ശേഷം ക്ഷണിക്കുക എങ്ങനെയാണ്? തോറ്റുകൊടുക്കാൻ ആരും തയ്യാറല്ല. അതാണ് ഇവിടെ പലർക്കും പലരുടെയും ഈഗോയാണ്. പക്ഷേ ആ പെൺകുട്ടിയുടെ മനസ്സിലും ആ പെൺകുട്ടിയുടെ മുഖത്തും ചെറിയ ഒരു വേദന കാണിക്കുന്നുണ്ട്. കാരണം തൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ്. സ്വന്തം അച്ഛൻ കൈപിടിച്ചു കൊടുക്കേണ്ടതാണ്. അതിനു പോലും ആരുമില്ലാത്തൊരവസ്ഥ. അത് ആ പെൺകുട്ടിയെ ഒരുപാട് വേദനിപ്പിക്കുന്നുണ്ട് എന്നുള്ളത് വാസ്തവമായ കാര്യമാണ്. അതുപോലെ തന്നെ ആ പെൺകുട്ടിയുടെ വീട്ടുകാരെയും അത് ഒരുപോലെ വേദനിപ്പിക്കുന്നുണ്ട്. ആ അമ്മയുടെ വാക്കുകൾ നമുക്കൊന്ന് കേട്ടു നോക്കാം. പെട്ടെന്ന് ഒരാൾക്കാരെ വിളിച്ചു വിടുമ്പോൾ ഉണ്ടാകുന്ന ഒരു അമ്മമാരുടെ അവസ്ഥയുണ്ടല്ലോ, അത് മറ്റുള്ള അമ്മമാരിലേക്ക് ഇപ്പോൾ ഒരുപാട് അമ്മമാർക്ക് ഇതൊരു ഭയമായിരിക്കും. ഇതിൻ്റെ ഒരു ജീവിതം പേരായിരിക്കും. ഇങ്ങനെ ഒരു അമ്മയ്ക്ക് വരുന്നത് ഒരുപാടുണ്ട്. അതിന് ഒരു 100 പോസിറ്റീവ് ഉണ്ടെങ്കിൽ 100 ഉണ്ടെങ്കിൽ അതിനെ സംബന്ധിച്ച് ഒരു 80-90% പോസിറ്റീവ്, അതിലൊരു 10% ആൾക്കാർക്ക് നെഗറ്റീവായിട്ട് വരുന്നവരുള്ളൂ. പിന്നെ എനിക്ക് മനസ്സിലായി നെഗറ്റീവ് നമ്മുടെ വേണ്ടപ്പെട്ടവരുന്നു. അത് എന്നോട് വിളിച്ചിട്ട് കുട്ടി പറഞ്ഞോട് ചേച്ചി സ്നേഹിച്ച് ചേച്ചി കൊണ്ടുവരുന്ന തന്നെയാണ് ചേച്ചിയുടെ ലൈഫിൽ ഏറ്റവും വലിയ പാരകളായിട്ട് ചേച്ചിക്ക് വരുന്നത്. അത് എന്നോട് പറഞ്ഞ പലരും ഉണ്ട്. എന്നാലും നമ്മളെ എത്ര കിട്ടിയാലും പഠിക്കില്ല ചെയ്തിട്ടുണ്ട്. പക്ഷെ വെള്ളത്തിൽ വരച്ച വാരിയാണ് നമുക്ക്. വല്ലാത്ത മനസ്സാണ് കേട്ടോ. പക്ഷെ അവരെ മനസ്സിലേക്ക് ഏറ്റവും ഇഷ്ടമായ കാര്യം അവര് ഇപ്പൊ ഈ 4 മക്കളെ നല്ല വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാത്തവർ ഈ ഒളിച്ചോട്ട കല്യാണത്തിന് ലൈക്ക് ചെയ്യുക. അപ്പൊ അവരെ മനസ്സിലൊരു ദുഷിപ്പ്, അപ്പൊ അവര് സന്തോഷമാണ് ലൈക്കല്ലേ. അവളെ അച്ഛനും അമ്മയിലാണ് അവളെ കല്യാണം കണ്ടിട്ട് സന്തോഷിക്കണോര്, അതല്ലാണ്ട് എന്താ പറയാ. അല്ലാണ്ട് അവളെ അത്ര ഇഷ്ടമെങ്കിൽ ആ കല്യാണത്തിന് പോയി കൂടണമായിരുന്നു. അവൾക്ക് 1 പവനോ 2 പവനോ 3 പവനോ കൊടുത്തവർക്ക് നഷ്ടം. ലൈക്ക് ചെയ്ത ആൾക്ക് 2-3 പവൻ അവൾ കൊണ്ടിട്ടു. അത് ഒരു തരത്തിൽ സത്യമായ കാര്യമാണ് ആ അമ്മ പറഞ്ഞത്. കാരണം നമ്മുടെ കുടുംബങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും സന്തോഷമോ ഹാപ്പിയോ കാര്യങ്ങളുണ്ടെങ്കിൽ അതിനെ സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ അതിന് സന്തോഷം പ്രകടിപ്പിക്കാനോ ആരും ഉണ്ടാവാറില്ല. പലപ്പോഴും ഉറ്റ ബന്ധുക്കൾ ആരും തന്നെ ഉണ്ടാവാറില്ല. എന്നാൽ കുടുംബത്തിൽ എന്തെങ്കിലും ഒരു പ്രശ്നമുണ്ടെങ്കിൽ അത് മുതലെടുക്കാനാണ് പല ബന്ധുക്കളും ശ്രമിക്കാറുള്ളത് എന്നുള്ളത് സത്യമായ കാര്യമാണ്. ഇവിടെ കുഞ്ഞൻ്റെ കാര്യത്തിലും അതാണ്. കുഞ്ഞൻ ഒളിച്ചോടിപ്പോയി വിവാഹം കഴിച്ചപ്പോൾ സപ്പോർട്ട് ചെയ്തത് ഉറ്റ ബന്ധുക്കളാണ് എന്നാണ് ആ അമ്മ പറയുന്നത്. പക്ഷേ ഇവരുടെ 4 മക്കളുടെ എന്തെങ്കിലും നല്ലൊരു വീഡിയോയോ കാര്യമോ ഉണ്ടെങ്കിൽ അവരാരും സപ്പോർട്ട് ചെയ്യാറില്ല. എന്നാൽ കുഞ്ഞൻ്റെ ഈ വിവാഹത്തിന് അവരുടെ സപ്പോർട്ട് കണ്ടപ്പോൾ ആ അമ്മ പറയുകയാണ്, എന്നാൽ അവർക്ക് ആ വിവാഹത്തിൽ പങ്കെടുത്ത് അവർക്ക് ചെയ്യാനുള്ള കടമകൾ ചെയ്തുകൂടെ? എന്താ സ്വർണം എന്തെങ്കിലും കൊടുത്തൂടെ? എന്തിനാണ് ഇങ്ങനെ മാറി നിന്ന് സപ്പോർട്ട് ചെയ്യുന്നത്? അതൊരു ദുഷിപ്പാണ്, ദുഷ്ടതയാണ് എന്നുള്ളത് അമ്മ വ്യക്തമായിട്ട് പറയുകയാണ് അവരുടെ ബന്ധുക്കളെ കൂടി കേൾക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരോട് ആരോ അങ്ങനെ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അവർ എത്രയോ പ്രിയപ്പെട്ട ഏതോ ഒരു ബന്ധു അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. അത് കുഞ്ഞൻ്റെ വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട്. ഏതോ ഇവരുടെ അമ്മയുടെ ആരോ ചേച്ചിയോ ആരോ സപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടൊരു വീഡിയോ ഉണ്ടായിരുന്നു. പക്ഷേ ഈ ചേച്ചിയോ ഇവരൊന്നും ഇവർക്ക് കൃത്യമായിട്ടുള്ള സപ്പോർട്ടും കാര്യങ്ങളൊന്നും വേണ്ട സമയത്ത് കൊടുത്തിട്ടില്ല. ഇങ്ങനെയൊരു ദുരന്തം ആ കുടുംബത്തിൽ നടന്നപ്പോൾ ആ ദുരന്തത്തിൻ്റെ ആക്കം കൂട്ടാനാണ് ആ ബന്ധു ശ്രമിച്ചത് എന്നുള്ളതും ആ അമ്മ പറയുകയാണ്. അതൊന്നും അവരോടുള്ള യഥാർത്ഥ സ്നേഹമല്ല എന്നുള്ള കാര്യം കൂടി പറഞ്ഞു വെക്കുന്നുണ്ട്.
എന്തായാലും കുഞ്ഞനും ഭർത്താവും തങ്ങൾക്ക് പറ്റിയ തെറ്റുകളെല്ലാം പുറത്തു തരണമെന്ന് പറഞ്ഞ ആ അമ്മയുടെ അച്ഛൻ്റെയും കാല് പിടിച്ചിരുന്നെങ്കിൽ ഒരു പക്ഷേ പ്രശ്നങ്ങളെല്ലാം സോൾവ് ആവുമായിരുന്നു. പക്ഷേ അവരുടെ ഭാഗത്തുനിന്നും അതുണ്ടായില്ല എന്നുള്ളതാണ്. അപ്പോൾ തെറ്റുകൾ എല്ലാവർക്കും പറ്റും, അത് തിരുത്തി മുന്നോട്ട് പോവുക, വളരെ ദൃഢമാക്കുക ബന്ധങ്ങൾ എന്നുള്ളതാണ്. ഇനി കുഞ്ഞൻ്റെ ചേച്ചിയായിട്ടുള്ള പൊന്നുവിന് പറയാനുള്ള ചില കാര്യങ്ങളുണ്ട്, അതും കൂടി നമുക്കൊന്ന് കേട്ടു നോക്കാം. അതോറിറ്റീനെ അറിയിച്ചിട്ട് മാറ്റാനുള്ള കാര്യങ്ങളും എങ്ങനെ സേഫ് ആക്കണം എന്നല്ലേ നോക്കുള്ളൂ, അല്ലേ? അല്ലാതെ ഇത് പൊട്ടിയിട്ട് ഇനി ബാക്കിയൊക്കെ ആവാന്നാണോ ചിന്തിക്കുക? ഞങ്ങളും അറിഞ്ഞപ്പോൾ അറിയിക്കേണ്ട കാര്യങ്ങൾ അറിയേണ്ട ആൾക്കാരോട് അറിയിച്ചു, അത്രമാത്രം ഞങ്ങൾ ചെയ്തുള്ളൂ. അല്ലാതെ എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തിരിച്ചു ചോദ്യം വരില്ലേ, നിങ്ങൾ എന്തുകൊണ്ട് ഇത് ആദ്യം പറഞ്ഞില്ല എന്നുള്ളത്. അത്രേ ഉള്ളൂ. അത് നമ്മള് നല്ല രീതിക്ക് എടുക്കാം, നെഗറ്റീവ് എടുക്കണോ നെഗറ്റീവ് എടുക്കാം, രണ്ട് രീതിക്കും ഇത് വേണേ എടുക്കാം. ഞാൻ ചിന്തിച്ചത് നല്ല രീതി. അവരുടെ വീഡിയോയിൽ ഒരു Q&A സെക്ഷൻ ആയിരുന്നു. ഒരു ചോദ്യമുണ്ട്, എന്തുകൊണ്ടാണ് അവർക്ക് നിങ്ങളോട് ഇത്ര വൈരാഗ്യം? അവരെന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ അനിയത്തിക്കും കുടുംബത്തിനും എന്തുകൊണ്ടാണ് വൈരാഗ്യം എന്ന ചോദ്യത്തിന് പൊന്നും ഭർത്താവും നൽകിയത് ഞങ്ങൾ ഒരു അറിയഞ്ഞ കാര്യം ഞങ്ങൾ തുറന്നു പറഞ്ഞു, അതുകൊണ്ടാണ് ഞങ്ങളോട് വൈരാഗ്യം എന്നുള്ള കാര്യമാണ് പറയുന്നത്. ഇത് എന്തെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ചേച്ചി എന്ന രീതിയിൽ പറയേണ്ട ഉത്തരവാദിത്തമുണ്ടായിരുന്നു. അങ്ങനെയുള്ള കാര്യം ഞാൻ പറഞ്ഞു, അതാണ് എന്നോടും എൻ്റെ ഭർത്താവിനോടുമുള്ള ദേഷ്യമെന്ന് പറഞ്ഞു. എന്തായാലും ഈ പ്രശ്നങ്ങൾ സോൾവ് ആവട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. എന്തായാലും ഒന്നാവുക തന്നെ ചെയ്യും, കാലം മായ്ക്കാത്ത മുറിവുകളല്ലോ. എന്നാൽ അപ്പോഴേക്കും ഇങ്ങനെ വെറുതെ ചളിവാരി എറിയുന്നത് നിർത്തുക. കാരണം നിങ്ങൾ ഒന്നാവേണ്ടവരാണ്, നിങ്ങൾ കുടുംബ ബന്ധങ്ങളാണ്, രക്തബന്ധമാണ്. തീർച്ചയായിട്ടും ആർക്കും മുറിച്ചു മാറ്റാൻ സാധിക്കില്ല ആ ഒരു ബന്ധത്തെ. ഇന്നല്ലെങ്കിൽ നാളെ നിങ്ങൾ ഒന്നാവുക തന്നെ ചെയ്യും. എന്താണ് നിങ്ങൾ പ്രേക്ഷകരുടെ അഭിപ്രായം? താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. താങ്ക്